ആയാൽ ഒരാണ് വേണം, ആണായാൽ ഒരു പെണ്ണ് വേണം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. പക്ഷേ ഇവ രണ്ടുമായാൽ പോരാ, ഒരു വീടാകണമെങ്കിൽ ഒരു വഴക്കും വേണം. ഇവിടെ ഇതാ ഒരു കുടുംബ വഴക്കിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. എവിടെ പോയി കിടക്കണേന്നാ, ഒരു നേരത്തും കുടുംബത്ത് കാണത്തില്ല. ഞാൻ ഇവിടെ പറമ്പിലുണ്ടായിരുന്നടി. നീ ഇതെവിടെയായിരുന്നു? ഞാൻ അടുക്കളയിലായിരുന്നു. അടുക്കളയിൽ നിനക്ക് എന്താ പണി? അടുക്കളയിൽ എനിക്ക് എന്താ പണിയെന്നോ? നിനക്ക് അപ്പനും മോനും വെച്ചിട്ടാണ് മാത്രം മതിയല്ലോ മനുഷ്യ. നിനക്കിപ്പോ എന്താ വേണ്ടേ? എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കോൾഗേറ്റ് പേസ്റ്റ് വേണം. ഇത്രയല്ലേ ഉള്ളൂ? അപ്പൊ ഇന്നലെയല്ലേ നിനക്ക് ഇത്ര ടൂത്ത് പേസ്റ്റ് വാങ്ങി തന്നത്? അത് നിങ്ങളുടെ മോൻ സിപ്പപ്പാന്ന് പറഞ്ഞെടുത്ത് അങ്ങ് തിന്നു. ഓ, അതോളം തിന്നാ? ഈ വീട്ടിൽ എന്ത് വാങ്ങിയാലും നീ നിന്റെ മോൻ ഇങ്ങോട്ട് തിന്നു തീർക്കല്ലാതെ വേറെ എന്താ നിനക്കൊരു പണി ഇവിടെ? ഓ, ഈ കണക്കിന് വീട്ടിലൊരു സാധനം വാങ്ങിച്ചു വെക്കാൻ പറ്റൂലല്ലോ. ഒരു കൊതുക് തിരി വാങ്ങിച്ചു വെച്ചാൽ പോലും ചിലപ്പോൾ മുറുക്കാന്ന് പറഞ്ഞെടുത്ത് തിന്നും. എന്റെ ദൈവമേ, അപ്പൊ നിങ്ങൾ ഇന്നലെ മേടിച്ച മുറുക്കല്ലായിരുന്നോ? അപ്പൊ അതെടുത്ത് തിന്നു. തിന്നു. ദൈവമേ, ഇവൻ ഇത് എവിടെ പോയി കിടക്കേണ്ടത്? എത്തി തീറ്റപ്പണ്ടാരും എത്തി, തീറ്റപ്പണ്ടാരും എത്തി. നീ എന്താണ് കരയണത്? അങ്ങനെ പറഞ്ഞല്ലേ? നിന്റെ മാഷി എപ്പ എന്നെ കണ്ടാലും നിന്നെ കുറിച്ചുള്ള കംപ്ലൈന്റ്സ് അല്ലാതെ വേറെ ഒന്നും പറയുന്നില്ല. ഒരു തരി പോലും നീ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ലെന്നാണ് എന്റെ മാഷിനെ പറയണത്. നിന്നെ ഒരു കാര്യം ചെയ്യാം, ഇന്ന് മുതൽ നിന്നെ ട്യൂഷൻ എടുക്കാൻ പോവാ. അങ്ങനെ അപ്പന്മാർക്ക് വല്ലപ്പോഴെങ്കിലും പിള്ളേരെ കുറിച്ച് ചിന്ത ഉണ്ടാവണം. നല്ലതാ. അങ്ങനെ വരട്ടെ. അതായത് കണക്കിലാണ് നീ ഏറ്റവും പുറകില്, അതുകൊണ്ട് നിന്നോട് കണക്കിലെ ചില ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത്. ചോദിക്കട്ടെ. ഒരു പറമ്പ്, ഈ പറമ്പിൽ 10 ആട്ടിൻകുട്ടികൾ. അതിൽ നിന്ന് ഒരാട്ടിൻകുട്ടി അടുത്ത പറമ്പിലേക്ക് പോയി. അപ്പോൾ ആദ്യത്തെ പറമ്പിൽ എത്ര ആട്ടിൻകുട്ടികളുണ്ട്? എടാ ഇങ്ങോട്ട് നോക്കേ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എടാ ഒരു പറമ്പ്, ഈ പറമ്പിൽ 10 ആട്ടിൻകുട്ടികൾ. അതിൽ നിന്ന് ഒരാട്ടിൻകുട്ടി അടുത്ത പറമ്പിലേക്ക് പോയി. അപ്പോൾ ആദ്യത്തെ പറമ്പിൽ എത്ര ആട്ടിൻകുട്ടികൾ ഉണ്ടാവും? നിനക്ക് കണക്കറിയാൻ പാടില്ല. അത് ശരിയാണ്, പക്ഷെ മലയാളത്തിലാണ് നീ ഏറ്റവും പുറകില്. മലയാളം പഠിക്കാൻ പഠിച്ചോടാ. ചോദിച്ചിട്ട് പറഞ്ഞില്ലെങ്കിൽ ചെവി ഞാൻ പൊന്നാക്കും. വാക്യത്തിൽ പ്രയോഗിക്കുക. ഞാൻ ഇന്നലെ സൂളിൽ ഇങ്ങോട്ട് വന്നപ്പോൾ കവലയിൽ നിന്നൊരു പൊട്ടി തെറി പറയുന്നത് കണ്ടു. കുഴപ്പമില്ല. ഇംഗ്ലീഷിലാണ് അടുത്ത ക്വസ്റ്റ്യൻ. വൈ കൊണ്ടൊരു ഇംഗ്ലീഷ് വാക്ക്. യുഎസ്എയുടെ ഫുൾ ഫോം എന്താണ്? യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് ആന്ത്രാക്സ്. അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ. മനുഷ്യൻ മൂഡ് ഔട്ട് ആവുന്നത് എപ്പോഴാണ്? വീതി കുറഞ്ഞ ബെഞ്ചിലിരുന്നാൽ 7 മനുഷ്യനും മൂഡ് ഔട്ട് ആകും. അത് കുഴപ്പമില്ല. എലിക്ക് മനുഷ്യൻ വാല് കൊടുത്തിരിക്കുന്നത് എന്തിനാണ്? ദൈവം എലിക്ക് ദൈവം വാല് കൊടുത്തിരിക്കുന്നത് എന്തിനാണ്? ദൈവമേ, എന്ത് ചോദിച്ചാലും കുറിച്ചൊക്കെ പറയുള്ളൂ. ഇനി ഞാനൊരു സാധാരണ സംഭവത്തെ കുറിച്ച് ചോദിക്കാം. സ്നേഹവും പ്രേമവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അച്ഛൻ എന്നോട് കാണിക്കുന്നത് സ്നേഹം, അച്ഛനപ്പുറത്തെ മോളി ആന്റിയോട് കാണിക്കുന്നത് പ്രേമം. ഞാൻ കാണുന്ന എന്നും കൈയും കാലിയൊക്കെ ഇട്ട് കാണിക്കുന്നു. ദൈവമേ, ഈ മനുഷ്യന്റെ കൊള്ളരായതൊക്കെ എന്റെ കൊച്ചു വരെ കണ്ടു പഠിച്ചു തുടങ്ങി. എനിക്ക് മരിച്ചാ മതിയോ? അയ്യോ, എനിക്ക് ചോറ് തരാം. മീൻ കറി, മീൻ പൊരിച്ചതും വെച്ചിട്ടുണ്ട്. ചോറ് തരാം. എനിക്ക് മീനാണല്ലേ ഏറ്റവും ഇഷ്ടം. മീനാണ് നിനക്ക് ഏറ്റവും ഇഷ്ടം. അപ്പൊ അടുത്ത മീനിനെ കുറിച്ചൊരു ചോദ്യമാണ് നിന്നോട് ചോദിക്കാൻ പോകുന്നത്. മനസ്സിലായില്ലേ? ഈ മീനിന് ദൈവം ചിറകും വാലും കൊടുത്തിരിക്കുന്നത് എന്തിനാണ്? വെട്ടുമ്പം ബോസൊക്കെ ഇട്ട് കൊടുക്കാനാ. മീൻ എങ്ങനെ പിടിക്കണത്? മീൻ വല വീശിയാ മീനെ പിടിച്ചത്. എടാ, ഈ വല ഉണ്ടാക്കണ എങ്ങനെയാടാ? വല നിരവധി ദ്വാരങ്ങൾ കൂട്ടിച്ചേർത്താ വല ഉണ്ടാക്കുന്നത്. അതും കുഴപ്പമില്ല. എടാ, ഞാൻ ഒരു കാര്യം നിന്നോട് പറയാം. നീ ശ്രദ്ധിച്ച് പഠിച്ച് അശ്രാന്ത പരിശ്രമം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ നിനക്ക് ഉയർന്ന ഒരു നിലയിലെത്താൻ സാധിക്കും. അച്ഛനൊരു ചെറിയ ജോലിയിൽ നിന്ന് തുടങ്ങിയതാണ്. ഇപ്പൊ അച്ഛൻ അവിടുത്തെ വലിയ ഓഫീസറായി. പ്രൊമോഷൻ കിട്ടി അങ്ങനെ ടോപ്പ് മോസ്റ്റ് പൊസിഷനിലാണ് അച്ഛൻ ഇപ്പൊ. ഇതിൽ നിന്ന് നിനക്ക് എന്ത് മനസ്സിലായി? ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായതേ, പൊക്കിവിടാൻ ആളുണ്ട്, ഏതോ പട്ടിക്കും മകളിലെത്താന്ന് മനസ്സിലായി. അങ്ങനെയൊന്നും അച്ഛനോട് പറയാൻ പറ്റില്ല. അച്ഛന്മാർക്കാണ് ബുദ്ധി. വള്ളിച്ചെന്ന് പറഞ്ഞാൽ മക്കക്കാവുത്തി. എന്താണ് ഉദാഹരണം? അത് ഐസക് ന്യൂട്ടൺ. മനുഷ്യ ഇപ്പോഴത്തെ കാലത്തെ പിള്ളേരെ എന്നാ നോക്കാ പേപ്പറിൽ. എടാ, ഇതൊരു കഴുതയുടെ പടമാണല്ലോ. എടാ, ഈ കഴുതേനെ വരക്കുമ്പോൾ
മര്യാദക്കുള്ളൊരു കഴുതയെ വരക്കണം. കഴുതയ്ക്ക് ഇതെന്താ ഒരു ഗർഭിണിയായ ഒരു കഴുതയാണല്ലോ ഇത്. ഇങ്ങോട്ട് വന്ന് എന്റെ കയ്യിലിരിക്കുന്നതിന് വരെ കുഴപ്പമില്ല, ഇങ്ങോട്ട് തന്നേ പിന്നെ അതായത്. അച്ഛന്മാരോടൊന്നും ഇങ്ങനെ പറയാൻ പാടില്ല. ആ. അച്ഛന്മാരെ എപ്പോഴും ബഹുമാനിക്കണം. അതെ. ഞാൻ എല്ലാം തെറ്റ് ചെയ്തു. നിനക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചാൽ അച്ഛൻ പറഞ്ഞു തരും. ഇപ്പൊ തരുമോ? ആ. എനിക്ക് എന്റെ ജീവിതത്തിൽ കുറെ സംശയങ്ങളുണ്ട്. എന്ത് വേണേ പക്ഷെ ഞാനങ്ങ് എന്റെ ജീവിതം വെറുതെ ചോദിക്കാൻ പോവാ. അച്ഛൻ എവിടാ ജനിച്ചേ? അതാണ് അച്ഛൻ എറണാകുളത്ത്. അമ്മയോ? ഞാൻ കോഴിക്കോട്. ഞാനോ? നീ കുറിയന്നൂർ. നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചു? അതെ അതെ. അതുപോലെ വേറൊരു ചോദ്യം, ഒരു സംശയം. അച്ഛൻ എങ്ങനെയാ ജനിച്ചേ? അത് അമ്മയോട് ചോദിക്കടാ. അച്ഛൻ എങ്ങനെയാ ജനിച്ചേ? അല്ല മോനെ, നീ അത് അച്ഛനോട് തന്നെ ചോദിക്കും. അച്ഛൻ തന്നെ പറഞ്ഞുതരാം. പണ്ട് പണ്ടേ വളരെ പണ്ട് വളരെ പണ്ടേ ഒരു ഭൂമി കുലുക്കം ഉണ്ടായി. മനസ്സിലായില്ലേ? ഭൂമി കുലുക്കം ഉണ്ടായപ്പോ ഭൂമി ഇങ്ങനെ പൊളർന്ന്, അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ ഒരു കൊട്ട പൊങ്ങി വന്ന് ആ കൊട്ട തുറന്നപ്പോ അതിനകത്തൊരു കുഞ്ഞു വാവ. അതാണ് അതെ അതെ അതെ. മുത്തച്ഛൻ എങ്ങനെ ഉണ്ടായേ? പണ്ട് വളരെ പണ്ട് ഒരു വലിയൊരു കൊടുങ്കാറ്റുണ്ടായി, ചുഴലിക്കാറ്റ്. അപ്പൊ ഒരു കൊട്ട ഇങ്ങനെ ആകാശത്ത് നിന്ന് പറഞ്ഞു. ആ കൊട്ട വന്ന് വീടിന്റെ മുമ്പിൽ നിന്നപ്പോ ആ കൊട്ട തുറന്നപ്പോ അതിനകത്തൊരു കുഞ്ഞു വാവ. ശരി, നിനക്ക് ഇത്തരം ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആണല്ലേ? പണ്ട് വളരെ പണ്ട് വലിയൊരു കാറ്റും മഴയും വന്നു. അപ്പൊ ഈ മഴയത്ത് വെള്ളം ഒഴുകി വന്നപ്പോ അതിനകത്ത് ഒരു കൊട്ടയുണ്ടായി. ആ കൊട്ട ഒഴുകി നമ്മുടെ വീടിന്റെ മുമ്പിൽ വന്ന് ആ കൊട്ട തുറന്നപ്പോ അതിനകത്തൊരു അതാണ്. ഞാൻ ദിവസം നിന്നോട് പറയില്ലേ പേപ്പർ വായിക്കണം പേപ്പർ വായിക്കണം. പേപ്പർ വായിക്കാറുണ്ട്, പക്ഷേ അതിനകത്ത് ശക്കിലയുടെ ഫോട്ടോയേ ഉള്ളൂ. എടാ, നമ്മുടെ രാജ്യം ഇന്ത്യ, ഉദാഹരണത്തിന് നമ്മുടെ എതിർ രാജ്യം എന്തിനാ പാകിസ്ഥാൻ വരെ പോണത്? അടുത്ത വല്ല സ്ഥലവും പറ. നിന്റെ തള്ള ഇവിടെ നിപ്പണ്ടല്ലോ. നിന്റെ തള്ള അടുത്ത വീട്ടിൽ പോയി ഒരു 10 കോഴി മുട്ട അടിച്ചു മാറ്റി. അതെ, എനിക്ക് പുറത്തു പോയിട്ട് അടിച്ചു മാറ്റുന്ന സ്വഭാവം ഇല്ല. ഒരു കാര്യം ചെയ്യ്, എന്റെ പോക്കറ്റിൽ നിന്ന് ഒരു 150 രൂപ അടിച്ചു മാറ്റി. മനുഷ്യ, എന്റെ സ്വഭാവം നിങ്ങൾ മാറ്റി. ഇയാൾ എന്നെ പണ്ടത്തെ സ്വഭാവം എടുപ്പിക്കുന്നു. ഞാൻ പൊക്കി കുത്തുവേ. ഒരു കാര്യം ചെയ്യ്, നിന്റെ തള്ള അടിച്ചു മാറ്റി നോക്ക്. നിങ്ങളുടെ തള്ള അടിച്ചു മാറ്റി എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്റെ തള്ള അടിച്ചു മാറ്റി എന്ന് പറയണേ. എന്റെ തള്ളനെ തന്നെ പറ്റി പറഞ്ഞ എന്റെ സ്വഭാവം മാറും കേട്ടോ. നിങ്ങളുടെ വീട്ടുകാരെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് പൊള്ളിയല്ലേ? എന്റെ വീട്ടുകാരെ പറഞ്ഞാൽ എനിക്ക് പൊള്ളും. ഇയാള് ശരിയാവില്ല. ഇയാളുടെ തള്ളനെ പറ്റി എനിക്ക് സ്വഭാവം നന്നായിട്ട് അറിയാം, അതുകൊണ്ടാ പറയണ. എന്താ അറിയാ? ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം. അയാള് ഭ്രാന്തായിട്ട് 4 മാസം ആശുപത്രി ഭ്രാന്തായിട്ടല്ലേ കിടന്നുള്ളൂ. നിന്റെ അച്ഛനെ പോലെ അജയിലിൽ കിടന്നിട്ടില്ലല്ലോ. എന്റെ അപ്പനെ വീട്ടിൽ പോണെങ്കിൽ പോയിക്കോ. എന്താന്ന് വെച്ചാൽ പറക്കി എടുത്തോണ്ട് പോയിക്കോ. ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച സാധനമാണ്. നിന്റെ അധ്വാനം കൊണ്ട് നീ കഷ്ടപ്പെട്ട് വല്ലതും വാങ്ങിച്ചിട്ടുണ്ടോ? അതും കൊണ്ട് പോയിക്കോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഗ്രൈൻഡർ കൊണ്ടുപോകും. ഗ്രൈൻഡറേ ഞാൻ ഇൻസ്റ്റാൾമെന്റിൽ വാങ്ങിച്ച സാധനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നീ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതും കൊണ്ട് പോയിക്കോ. നമുക്ക് പോകാം. നീ എന്തിനാ എന്റെ മോനെ കൊണ്ട് പോണേ? അതെ, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് വന്നപ്പോ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പ്രയത്നിച്ചു കൊണ്ടുവന്ന എന്റെ മോനെ. വാ മോനെ. നീ പോടാ ഡ്യൂപ്ലിക്കേറ്റ് അച്ഛാ.